ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നെടുംതൂണായ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഇന്ന് പുതിയൊരു ചരിത്രം തന്നെ കുറിക്കപ്പെടാൻ ഒരുങ്ങുകയാണ്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും വീണ്ടും കൈകോർക്കുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ സഖ്യമല്ല, മറിച്ച് ഡൽഹിയിലെയും ലക്നൌവിലെയും ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തുന്ന ജനകീയ കൊടുങ്കാറ്റാണ്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കൈകോർത്തപ്പോൾ രാജ്യം കണ്ടത് വെറുമൊരു രാഷ്ട്രീയ സഖ്യമായിരുന്നില്ല, മറിച്ച് അജയ്രാണ് എന്ന് നടിച്ച ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കിയ ജനകീയ മുന്നേറ്റമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിലെ 80-ൽ 43 സീറ്റുകളും തൂത്തുവാരിയ ഈ കൂട്ടുകെട്ട് ചരിത്രം കുറിച്ചു കഴിഞ്ഞപ്പോൾ തകർന്നടിഞ്ഞത് BJPയുടെ ദശാബ്ദകാലത്തെ അഹങ്കാരക്കോട്ടകളായിരുന്നു. ഡൽഹിയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും നഷ്ടപ്പെട്ട് BJP TDPയുടെയും JDUവിനെയും ദാക്ഷിണ്യത്തിലേക്ക് തള്ളിവിട്ടത് രാഹുൽ അഖിലേഷ് സഖ്യം ഉത്തർപ്രദേശിൽ ഏൽപ്പിച്ച ആ കനത്ത പ്രഹരം തന്നെയായിരുന്നു. BJPയുടെ രാഷ്ട്രീയ അപ്രമാദിത്വം അവസാനിച്ചുവെന്ന വലിയ സന്ദേശമായിരുന്നു ആ തിരഞ്ഞെടുപ്പ് രാജ്യത്തിന് നൽകിയത്. ഇപ്പോഴിതാ തൊട്ടു മുന്നിലെത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജനപ്രിയ കൂട്ടുകെട്ട് വീണ്ടും യാഥാർത്ഥ്യമാകുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ കസേരയ്ക്ക് കീഴിലെ മണ്ണ് പൂർണ്ണമായിട്ടും ഒലിച്ചു പോകുമെന്നുറപ്പാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജനക്ഷേമത്തിന് പകരം ജനദ്രോഹ നടപടികളിലൂടെയാണ് യോഗി സർക്കാർ UPയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വികസനത്തിന്റെ പേരിൽ പാവപ്പെട്ടവന്റെ തല ചായ്ക്കാനുള്ള ഇടങ്ങൾ പോലും ബുൾഡോസർ രാജ് ഉപയോഗിച്ച് തകർത്തെറിയുന്ന ക്രൂരതയാണ് UPയിൽ കാണുന്നത്. യുവാക്കൾക്ക് തൊഴിലില്ല, കർഷകർക്ക് അർഹമായ വിലയില്ല, ക്രമസമാധാന തകർച്ചയും സ്ത്രീ സുരക്ഷാ വീഴ്ചയുടെ അങ്ങേയറ്റവും ആ സംസ്ഥാനത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വർഗീയ ചേരിതിരിവുകളും വിദ്വേഷ രാഷ്ട്രീയവും മാത്രമാണ് യോഗി സർക്കാരിന്റെ കൈമുതൽ. ഇത്തരം ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള UPയിലെ സാധാരണക്കാരുടെ ശക്തമായ പ്രതിഷേധമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെയും സമാജ്വാദ് പാർട്ടിയുടെയും ഈ ശക്തമായ തിരിച്ചുവരവ് അത് യോഗി ക്യാമ്പിനെ ഇപ്പോൾ വിറളി പിടിപ്പിക്കുകയാണ്. ഭരണം കൈവിട്ടു പോകുമെന്ന ഭീതിയിലാണ് അടുത്തിടെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചത് മുതൽ അടിയന്തരമായിട്ട് മണ്ഡലങ്ങളിൽ ഇടപെടാൻ യോഗി നിർബന്ധിതനായതുവരെ വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ BJP പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്ന പ്രാദേശിക ഘടകങ്ങളെ പോലും അതിജീവിച്ച് തങ്ങളുടെ അടിത്തറ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും സമാജ്വാദ് പാർട്ടിയും. താഴെത്തട്ടിൽ സംഘടനയെ കൂടുതൽ കരുത്തുറ്റതാക്കി സ്വാധീനമുറപ്പിക്കാൻ രാഹുലും അഖിലേഷും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ ജനദ്രോഹ ഭരണത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും ജനകീയ വികസന കാഴ്ചപ്പാടുകൾ കൊണ്ട് നേരിടാൻ ഈ സഖ്യത്തിന് സാധിക്കും. അഹങ്കാരത്തിന്റെയും ജനവിരുദ്ധതയുടെയും രാഷ്ട്രീയത്തെ തറപറ്റിച്ച ഉത്തർപ്രദേശിനെ വീണ്ടെടുക്കാൻ രാഹുൽ അഖിലേഷ് കൂട്ടുകെട്ടിന് ഇനി അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ BJP പരോക്ഷമായി കളത്തിലിറക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് 403 മണ്ഡലങ്ങളിലും തങ്ങളുടെ സ്വാധീനമുറപ്പിക്കാൻ രാഹുലും അഖിലേഷും താഴെത്തട്ടിൽ സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന BJPയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ യോഗി ഭരണത്തെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ ഈ ജനപ്രിയ കൂട്ടുകെട്ടിന് സാധിക്കുമെന്നത് ഇനി ഒരു തർക്കവുമില്ലാത്ത യാഥാർത്ഥ്യമാണ്.